നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്നെ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ടാ അച്ഛനും അമ്മയൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ അതൊരു കാരണവശാലും നടക്കില്ല. എങ്ങനെ താൻ ദേവമംഗലത്തിൽ എന്ന് ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? ഇത്രയും തെറ്റുകളൊക്കെ ചെയ്തിട്ടും അച്ഛനാണെങ്കിൽ ഇപ്പോഴും ഒരു കുറ്റബോധവും ഇല്ല. ചെയ്ത് എന്തോ വലിയ മഹാകാര്യമൊന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അവർക്കറിയത്തില്ലോ തന്റെ വേദനയും വിഷമം എന്താന്ന്. ആദ്യമേ മുതൽ താൻ പറഞ്ഞായിരുന്നു വേണ്ട ഇങ്ങനെയൊന്നും ചെയ്യണ്ടാന്ന്. അവിടെ ചെന്ന് കയറി എന്നിട്ടെങ്കിലും തന്റെ ജീവിതം നശിപ്പിക്കാതിരുന്നൂടെ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോഴേക്ക് ശ്രീകല അങ്ങോട്ട് വന്നു. ദേവി, നീ ഇതെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്ന് ചോദിച്ചു. അമ്മ ദൈവത്തെ ഓർത്തൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? ദേവി, ഇങ്ങനെ പറയരുത് മോളെ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കറിയാൻ നിന്റെ ബുദ്ധിമുട്ട് എന്താന്ന്. നീ അവിടെ നന്നായിട്ട് വേദന അനുഭവിക്കുന്നുണ്ടായിരുന്നു, അറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂ? നീ ഈ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം ഓർത്തു വെക്ക്. ആരുടെ കാര്യം? ഞാൻ ആരുടെ കാര്യത്തെക്കുറിച്ച് ഓർക്കണ്ടേ? വിദ്യയുടെ കാര്യമൊന്നും ഓർത്തു വെക്ക്. വിദ്യക്ക് ഇനിയിപ്പോൾ ഒരു നല്ല കല്യാണാലോചന വരുമോ? അവള് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ. അവള് ഹോസ്റ്റലിൽ നിന്ന് വന്ന ഉടനെ അവളുടെ കല്യാണം നടത്തണമെന്ന് കരുതിയാൽ ഞാനിരിക്കുന്നത്. അപ്പോഴേക്ക് ഉദയഭാനുവും കൂടെ അങ്ങോട്ട് വന്നു. ഉദയഭാനു വന്നിട്ട് പറഞ്ഞു, അതെ മോളെ, അവളെ ഇറക്കി വരണ്ടേ, നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടണ്ടേ. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ദേഷ്യം വന്നു. ഓഹോ, അപ്പം അച്ഛനും അമ്മയ്ക്കും കിട്ടിയതൊന്നും പോരല്ലേ, ഇനിയും അവളുടെ ജീവിതം കൂടെ തല്ലിക്കെടുത്താനായിരിക്കും. നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? മോളെ, അങ്ങനെ നീ പറയരുത്. നിന്നെ ഞങ്ങൾ ദേവമംഗലത്തേക്ക് കൊണ്ടേയാക്കും. നീ അവിടെ ചെല്ലണം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുക്കാം. എന്ത് ചെയ്തിട്ടാണല്ലോ ശരി, നിനക്ക് ആ വീട്ടിലേക്ക് പോയാൽ മതിയോളൂ നീ. അല്ലെങ്കിൽ വിദ്യയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവളുടെ കാര്യമോടെ കഴിഞ്ഞിട്ടാണ് കുഴപ്പമില്ല. നീ ഇവിടെ വന്ന് നിൽക്കുകയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം അന്വേഷിക്കും ആൾക്കാരൊക്കെ. അങ്ങനെ അന്വേഷിച്ച് കഴിയുമ്പോൾ പിന്നെ അവൾക്ക് നല്ലൊരു ആലോചന വരുമോ? മോളെ, അവളെ ഓർത്തെങ്കിലും ഈ ഒരു തവണത്തേക്കും കൂടെ ഞങ്ങളോട് ക്ഷമിക്കുക. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മോളെ, ഞങ്ങൾ കൊണ്ടേ ആക്കാം. അത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു, പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കില്ല. ഇത്രയും കാലം ഞാൻ അങ്ങനെ അനുസരിച്ചു. അച്ഛനും അമ്മയും പറയുന്ന ഓരോ കാര്യങ്ങൾ അനുസരിച്ചു. ഒടുവിൽ അതിനുള്ള പണി എനിക്കിട്ട് കിട്ടി. ഇനി ഞാൻ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കണമല്ലേ, അതിനെന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ദൈവത്തെ ഓർത്തൊന്ന് പോയി തരാവോ? നിങ്ങൾ കാരണം പാവ ആനന്ദന്റെ ജീവിതം നശിച്ചത്. അത് കേട്ടതും ശ്രീകല ഉദയഭാനോട് പറഞ്ഞു, ബാ ഉദയേട്ട എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചോണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഉദയേട്ട, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അവൾ അടുക്കുന്ന ലക്ഷണം കാണുന്നില്ല. എന്തെങ്കിലും തന്ത്രം പ്രയോഗിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അവളെ അവിടേക്ക് കൊണ്ടുപോയി വിടാൻ നോക്കണം. അല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ വിദ്യമോളുടെ ജീവിതം കൂടെ തകർന്നു പോകും. ഉദയഭാനു പറഞ്ഞു, നീ വിഷമിക്കേണ്ട ശ്രീകലെ, ഇത്രയും തന്ത്രങ്ങളൊക്കെ പയറ്റി നമ്മള് അവളെ അവിടെ എത്തിച്ചല്ലേ. അപ്പൊ പിന്നെ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാനറിയാം. അതെ, നിങ്ങൾ തൽക്കാലത്തേക്കൊന്നും നോക്കണ്ട. നിങ്ങൾ എന്നോടൊപ്പം നിന്നാ മതി. നിങ്ങളുടെ ഓരോ കുരുട്ടുകുത്തി എവിടം വരെ കാര്യങ്ങൾ എത്തിച്ചേ. അല്ലെങ്കിലും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ ചെയ്യാൻ കൊള്ളുന്ന കാര്യമാണോ അത്? അവിടെ പോയി മോഷ്ടിക്കാന്നുള്ളത്. നിനക്ക് നാണം ഉണ്ടായിരുന്നു അവിടെ പോയി മോഷ്ടിക്കാൻ? നിനക്ക് വേറെ എവിടെയെങ്കിലും കയറിയാൽ പോരായിരുന്നോ? അതും ആ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ കടയിൽ പോയി മോഷ്ടിച്ചിരിക്കുന്നു. ഓഹോ, അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് കഴിച്ചപ്പോ നിനക്ക് കുഴപ്പമില്ലായിരുന്നല്ലോ. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വന്നപ്പോ നല്ല വെട്ടി പിഴുങ്ങുന്നുണ്ടായിരുന്നല്ലോ. പിന്നെ എനിക്കറിയായിരുന്നു നിങ്ങൾ ഇതുപോലൊരു ചതിയാ ചെയ്തെന്നുള്ള കാര്യം. ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങളൊന്നും പറഞ്ഞില്ലോ. എവിടുന്നോ കുറച്ച് കാശ് കിട്ടിയെന്നൊക്കെയാ നിങ്ങൾ പറഞ്ഞേ. എവിടുന്നോ എന്താന്നും പറഞ്ഞില്ല. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അത് പിന്നെ ശ്രീകല, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോ അതായിരുന്നു ഒരു നല്ല മാർഗം എന്ന് എനിക്ക് തോന്നിയത്. പിന്നെ അല്ലാതെ പിന്നെ ഞാൻ എവിടെ പോയി എങ്ങനെ എടുക്കുന്നോർത്തായിരിക്കണേ? പട്ടിണി കിടന്ന് ചാൻ പറ്റുന്ന കാര്യമാണോ? വിദ്യയുടെ ഫീസും കാര്യങ്ങളും കൊടുക്കണം. ഇതിനൊക്കെ പണത്തിന് പണം തന്നെ വേണ്ടേ? അല്ലെങ്കിൽ തന്നെ പലിശക്കാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുക. അത് കേട്ടതും ശ്രീകല പറഞ്ഞു, എല്ലാം നിങ്ങളുടെ പിടിപ്പുകേടാ. നിങ്ങളുടെ ഒറ്റയൊരുത്തം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എന്താണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ധർമ്മനാണ് ആകെപ്പാടെ ടെൻഷനായിപ്പോയി. ധർമ്മന് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോഴേക്കും അച്യുത അനന്തന്റെ അടുത്തേക്ക് വന്നു. അനന്തന്റെ അടുത്തേക്ക് പറഞ്ഞു, അനന്തേട്ടാ, ഇതാണ് പറ്റിയ സമയം എന്ന് പറഞ്ഞു. എന്തിന്? അല്ല, ആ ഉദയഭാനുവിനെ ഒന്ന് പോയി കാണണം. എന്തിനാടാ ഉദയഭാനുവിനെ കാണുന്നേ? അല്ല, അവരുടെ മോളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ? അപ്പൊ ഉദയഭാനുവിനെ ഒന്ന് പിരികേറ്റുവാണെങ്കിൽ അയാള് വെറുതെ ഇരിക്കില്ല. ഈ ഗോമതി സ്റ്റോഴ്സ് ബാലനെ നാണം കെടുത്താനുള്ള വഴിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, അയാളെ ഞാനൊന്ന് പോയി കാണാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദം പറഞ്ഞു, അതിന്റെ ആവശ്യം ഉണ്ടോടാ അച്യുത? വെറുതെ എന്തിനാ? എന്തേലും കാണിക്കട്ടെ, നമ്മൾ അതിനകത്ത് ഇടപെടാൻ പോകണ്ടെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ നാണം കെടുത്തിയതാ ഈ ബാലനും
ഗോമതി എല്ലാവരും ചേർന്നിട്ട് അപ്പൊ പിന്നെ അവർക്കിട്ടൊരു പണി കൊടുക്കണ്ടേ, അവർക്ക് പണി കൊടുക്കാൻ പറ്റിയൊരു അവസരം കിട്ടിയിരിക്കുന്നത്. ആ ഒരു വടിയാണ് നമുക്ക് ഉദയഭാനു. ഉദയഭാനുവിനെ വെച്ചിട്ട് നമുക്ക് നല്ല അടി കൊടുക്കാം, ബാലനെ തല ഉയർത്തി നടക്കാത്ത വിധം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടോണ്ട് വന്ന് ധർമ്മം പറഞ്ഞു, വേണ്ട അച്യുതേട്ടാ, അതിന്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നേ. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, എടാ നിനക്ക് ഇപ്പോഴും സിമ്പതി അവരോടാന്നുള്ള കാര്യം എനിക്കറിയാം, നീ അങ്ങോട്ട് മാറി നിൽക്കേ. അനന്തം പറഞ്ഞു, വേണ്ട അച്യുത, ദേ അനന്താണ് ഇങ്ങനെ പറയില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ ഉദയഭാനു എന്ന് ഫോൺ വിളിക്കാം, അയാളെ ഫോൺ വിളിച്ചൊന്ന് സംസാരിച്ചു നോക്കാം, എന്താ ഏതാന്നൊക്കെ അറിയാലോ. അപ്പോഴേക്കും ധർമ്മൻ ആ ഫോണിലേക്ക് കയറി പിടിച്ചു. വേണ്ട, വിളിക്കണ്ടെന്ന് പറഞ്ഞ് തടയുവാണ്. അതൊട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അച്യുതന്. അച്യുതൻ പറഞ്ഞു, എനിക്കറിയാടാ, ഇപ്പോഴും നിനക്ക് അവരോട് സ്നേഹക്കൂടുതൽ, പിന്നെ ഇത് എന്ത് കാണിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്, എങ്കിൽ പിന്നെ നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ, അതൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറഞ്ഞു. ധർമ്മന് സങ്കടം വരുന്നുണ്ടായിരുന്നു, പക്ഷെ ധർമ്മം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ഒടുവില് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇന്ദിരാമ്മ പറഞ്ഞു, എടാ അച്യുത, വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണ്ട, അവരവരുടെ കാര്യങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ അവർ തീർത്തോളും, നീ അതിന്റെ ഇടയ്ക്കിലേക്ക് കയറാൻ പോണ്ട, അറിയാലോ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്കിട്ട് തന്നെ പണി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, നമ്മുടെ നാണം കെട്ടതൊക്കെ അമ്മ മറന്നുപോയോ? അലോകിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിനു മുമ്പ് മിത്രയുടെ കാര്യത്തിലാണെങ്കിലും ശരി, എത്ര വട്ടം നാണം കെട്ടിരിക്കുന്നു. എന്നിട്ട് അമ്മയ്ക്കൊന്നും പ്രശ്നമായിരിക്കില്ല, അല്ലെങ്കിലും അമ്മയുടെ മകളോടുള്ള സ്നേഹക്കൂടുതൽ, ഇവിടെയുള്ളവർ എത്ര നാണം കെട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എടാ നീ എന്ത് വർത്താനായി പറയണേ, അങ്ങനൊന്നും പറയരുത് അച്ഛതാ, എനിക്ക് മക്കളെല്ലാവരും ഒരേപോലെയാ, അത് പറച്ചില് മാത്രമേ ഉള്ളൂ, പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഇന്ദിരാമയ്ക്ക് മനസ്സിലായി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ദേവമംഗലത്ത് പോയി പറയണം. തനിക്കൊന്നും പറയാൻ പറ്റില്ല, തന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത്. താൻ നിരപരാധിയാണ്, താൻ തെറ്റും ചെയ്തിട്ടില്ല, അത് മാത്രമല്ല കുഞ്ഞു പോകാനായിട്ട് കാരണം താനല്ല, അലോക് എന്നുള്ള കാര്യങ്ങളൊക്കെ ആൺതണ്ണോട് വെളിപ്പെടുത്തണം. അത് തനിക്ക് പറയാനും പറ്റിയിട്ടില്ല, പറയാനുള്ള പകുതി കാര്യങ്ങളും പറയാതെ താനോട് ഇറങ്ങിയത്, അതൊക്കെ പറയണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ടും കാര്യമില്ല. ഇനിയിപ്പം താൻ അവിടേക്ക് ചെല്ലാൻ പാടില്ല, ഒരു ശല്യത്തിനും അവരെ ശല്യപ്പെടുത്താനും പാടില്ല, പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അവിടുന്ന് പോരാനായിട്ട്. അങ്ങനെ ശ്രീദേവി എന്ത് ചെയ്തു, ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പക്ഷെ ഇതൊന്നും ഉദയഭാനുവോ അല്ലെങ്കിൽ ശ്രീകല അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീദേവി കഴിക്കാനുള്ള ആഹാരമൊക്കെ ആയിട്ട് മുറിയിലേക്ക് വരുമ്പോൾ അവിടെ ശ്രീദേവിയെ കണ്ടില്ല. ഇവിടുത്തെ എവിടെ പോയി? ബാത്റൂമിലൊക്കെ പോയി നോക്കി, അവിടെ ഇല്ല. അവിടെ ആകെപ്പാടെ വിളിച്ചു നോക്കി, പക്ഷെ അവിടെ ഒന്നും ശ്രീദേവി ഉണ്ടായിരുന്നില്ല. ശ്രീകലയ്ക്ക് ടെൻഷനായി. ശ്രീകല പെട്ടെന്ന് ഉദയഭാനുവിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഉദയേട്ടാ, ദേവിമോളെ ഇവിടെ കാണാനില്ലെന്ന് പറഞ്ഞു. കാണാനില്ലെന്നോ? അതെ, നീ ഇവിടെയൊക്കെ നോക്ക്, അവൾ എവിടെ പോനാ? അവിടെ എല്ലാം നോക്കി. ദൈവമേ, ഇനി അവൾ എന്തേലും കടുങ്കൈ ചെയ്യുവോ? എനിക്ക് പേടിയാവുന്നുണ്ട് ഉദയേട്ടാ. അങ്ങനെയൊന്നും ചെയ്യത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കുക. ഉദയേട്ടനത് പറയാ, എനിക്ക് നല്ല ഭയമുണ്ട്. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച മട്ടിലായിരുന്നു. എടി, ഇനി ദേവമംഗലത്തേക്ക് അങ്ങനെ അവള് പോയി കാണുമോ? ദേവമംഗലത്തേക്കോ? അവളോട് പോവല്ലെന്ന് പറഞ്ഞല്ലേ, ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവളെ അവിടെ നിന്ന് അടിച്ചിറക്കത്തല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകല ദേഷ്യപ്പെടുവാണ്. പിന്നെ അവളെ എവിടെ പോകാനാ? എന്റെ ദൈവമേ, എന്റെ മോളെ കാണാനില്ലെന്ന് പറഞ്ഞ് ചങ്കത്തടിച്ച് നിലവിളിക്കുവാണ് ശ്രീകല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവി ദേവമംഗലത്തേക്ക് ചെന്നു. ശ്രീദേവിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണം, തന്റെ നിരപരാധിത്വം എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. പറയാനുള്ള പകുതി കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ശ്രീദേവി ദേവമംഗലത്തേക്ക് അല്ലെന്നെ. അങ്ങനെ ഒന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കഥവ് തുറക്കുന്ന മിത്രയാണ്. മീനാക്ഷിയും കൂടെ ഇറങ്ങി വന്നു. രണ്ടുപേരും നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി നിൽക്കുന്നു. ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. ശ്രീദേവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ആ സമയത്ത് അങ്ങോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ആരാ മോളെന്ന് ചോദിച്ചുകൊണ്ട് ഗോമതിയും കൂടെ ഇറങ്ങി വരുവാണ്. ഇറങ്ങി വന്നപ്പോഴത്തേനും ശ്രീദേവിയെ കണ്ട് ഗോമതിക്ക് അങ്ങോട്ട് അടിമുടി അങ്ങോട്ട് പെരുത്തു കയറി. തന്റെ മോന്റെ ജീവൻ നശിപ്പിച്ചിട്ട് വീണ്ടും അവൾ വന്നിരിക്കുക എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ. ഇനി ഗോമതി എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയത്തില്ല. ഇനി മീനാക്ഷിയും മിത്രയൊക്കെ ശ്രീദേവിയുടെ സൈഡിൽ നിന്ന് ശ്രീദേവിയെ വിളിച്ച് കയറ്റുമോ? ഇനിയിപ്പോൾ ശ്രീദേവിക്ക് വേറെ എന്തൊക്കെയാ പറയാനുള്ളതെന്നും അറിയില്ല. ശ്രീദേവി ഇനിയിപ്പോൾ എന്തേലും മറച്ചു വെച്ചിട്ട് അത് പറയാൻ വന്നാണെന്നും അറിയില്ല. അതിന്റെ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.